ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. സ്നേഹം നിറഞ്ഞവരെ, ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് 2 രാജാക്കന്മാർ 4 അധ്യായത്തിൽ നിന്നുള്ള വിധവ പറയുന്ന കാര്യങ്ങളാണ്. ആ വിധവയുടെ ഭർത്താവ് വലിയൊരു ദൈവഭക്തനായിരുന്നു. അദ്ദേഹം മരിച്ചുപോയി. അദ്ദേഹത്തിന് ധാരാളം കടങ്ങൾ ഉണ്ടായിരുന്നു. ആ കടക്കാർ വന്ന് ഭാര്യയെയും മക്കളെയും ശല്യപ്പെടുത്തിക്കൊണ്ടിരുന്നു. പ്രിയമുള്ളവരെ, ദൈവഭക്തിയുള്ള വ്യക്തി മരിച്ചു പോയാലും ദൈവം ആ കുടുംബത്തെ എങ്ങനെയാണ് പരിപാലിക്കുന്നതെന്ന് നമ്മൾ തിരിച്ചറിയണം. ആ വിധവയുടെ വേദന സ്വർഗത്തിലിരിക്കുന്ന ദൈവം മനസ്സിലാക്കി തക്ക സമയത്ത് എലീഷ പ്രവാചകനുമായി കണ്ടുമുട്ടാൻ ദൈവം ഇടയാക്കി. ഈ വിധവ അവരുടെ അവസ്ഥ എലീഷയോട് പറയുകയാണ്. അതുപോലെ തന്നെ നമ്മൾ നമ്മുടെ അവസ്ഥ ദൈവത്തോട് പറയണം. ദൈവത്തോടല്ലാതെ നമ്മുടെ അവസ്ഥ ആരോട് പറഞ്ഞാലും നമ്മൾ പരിഹാസപാത്രമാവുകയേ ഉള്ളൂ. സാധിക്കുമെങ്കിൽ അവർ നമുക്ക് ഒരു ഉപകാരം ചെയ്തു തരും. 4 ആളുകളോട് പറഞ്ഞ് നമ്മെ നാണം കെടുത്തും. പക്ഷേ സ്വർഗത്തിലെ ദൈവം നമ്മളെ മനസ്സിലാക്കും. ചെവി അറിയാതെ എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്തു തരും. ചില വ്യക്തികൾ എന്നോട് പറയാറുണ്ട്, പ്രാർത്ഥിച്ചിട്ട് എന്ത് ഫലം എന്ന്. ആ ചോദ്യത്തിനുള്ള മറുപടി ഈ വിധവയുടെ അനുഭവം തന്നെയാണ്. നമ്മൾ ഓരോരുത്തരും ഒരു യഥാർത്ഥ ദൈവഭക്തി ഉള്ളവരാണെങ്കിൽ നമ്മൾ മരിച്ചു പോയാലും നമ്മുടെ വേണ്ടപ്പെട്ടവരെ, അതായത് മക്കളെ, ഭാര്യയെ, ഭർത്താവിനെ ദൈവം താങ്ങിക്കൊള്ളും. ഒരു കുറവും കൂടാതെ അവർക്ക് വേണ്ടത് ദൈവം ചെയ്തുകൊള്ളും. പിന്നെ എന്തിനാണ് മരണത്തെ ഭയപ്പെടുന്നത്? മരണത്തെ ജയിച്ചവൻ നമ്മുടെ കൂടെ ഉണ്ടെന്നുള്ള ഓർമ്മ വേണം. എന്നെ കേൾക്കുന്ന ഓരോ അപ്പനും അമ്മയും സ്വന്തം മക്കളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുക. എന്ത് പ്രശ്നം വന്നാലും ദൈവത്തിൽ ആശ്രയിക്കാൻ പറയുക. നമ്മൾ നമ്മുടെ മക്കൾക്ക് നല്ല എഡ്യൂക്കേഷൻ, ജോലി, ജീവിത പങ്കാളികൾ എല്ലാം തിരഞ്ഞു കൊടുക്കും. ഇതെല്ലാം വേണ്ടെന്നല്ല പറയുന്നത്. പക്ഷേ 1-ാം സ്ഥാനം ദൈവത്തിന് കൊടുക്കണം എന്ന് മക്കളെ പറഞ്ഞു മനസ്സിലാക്കണം. അവർക്കൊരു പ്രശ്നം വരുമ്പോൾ ദൈവത്തിൽ ആശ്രയിക്കാൻ പഠിപ്പിച്ചാൽ നമ്മുടെ മക്കൾ ജീവിതകാലം മുഴുവൻ വിജയത്തിലായിരിക്കുമെന്നുള്ളത് നമ്മൾ ഓരോ മാതാപിതാക്കളും ഓർത്തിരിക്കേണ്ടതാണ്. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ.